സുബ്ഹാനല്ലാഹ് 500 മലക്കുകളാണ്. 250 മലക്കുകൾ ഇടഭാഗത്തും 250 മലക്കുകൾ വലഭാഗത്തും വന്ന് മനുഷ്യന്റെ കാലിന്റെ വിരലുകളിൽ നിന്ന് പതിയെ പിടിച്ചു തുടങ്ങുകയാ. കാലുകളിൽ നിന്നും കൈകളിൽ നിന്നുമാണ് ആത്മാവിനെ പിടിച്ചു തുടങ്ങുന്നത്. തന്റെ മൂർധാവിൽ നിന്നല്ല. മൂർധാവിൽ നിന്നാണ് ഒരു മനുഷ്യന്റെ ആത്മാവിനെ പിടിക്കുന്നതെങ്കിൽ ഒരു മനുഷ്യൻ ഒരിടത്ത് കിടക്കുകയില്ല, ഇരിക്കുകയില്ല. വേദന കൊണ്ട് അവൻ ഓടുമായിരുന്നു, പമ്പരം കറങ്ങും പോലെ കറങ്ങുമായിരുന്നു. മനുഷ്യൻ ശാന്തനായി ഒരിടത്ത് കിടന്നു തരാൻ, അതേ നിശ്ചലമായി കിടക്കാൻ ആദ്യം അവന്റെ കൈകളിൽ നിന്നും കാലുകളിൽ നിന്നും പിടിച്ചു തുടങ്ങുന്നത്. ഞാൻ എന്റെ ചെറുപ്പക്കാരോട് പെട്ടെന്ന് സുബ്ഹാനല്ലാഹ് നെഞ്ഞുവേദന വരുമ്പോ ഇത് എന്റെ മൗത്തിന്റെ വേദനയാണെന്ന് കരുതി പേടിക്കേണ്ടതില്ല. കാരണം മൗത്തിന്റെ വേദന തുടങ്ങുന്നത് നെഞ്ഞിൽ നിന്നല്ല. മൗത്തിന്റെ വേദന തുടങ്ങുന്നത് കൈവിരലുകളിൽ നിന്നും കാൽവിരലുകളിൽ നിന്നുമാ. സാധാരണ ഒരു മനുഷ്യന് താങ്ങാവുന്ന 40 ടൺ യൂണിറ്റ് വേദനയേക്കാൾ അസഹ്യമായ വേദനയാണ് നിനക്ക് അനുഭവപ്പെടുന്നത്. ആ വേദന ഇങ്ങനെ കൈക്ക് കേറി കേറി നിന്റെ ഷോൾഡറിലെത്തിയാൽ, ആ ഷോൾഡറിൽ നിന്ന് നിന്റെ വേദന നെഞ്ഞത്തേക്ക് ഇറങ്ങിയാൽ നീ ഉറപ്പിച്ചോ ഇത് നിന്റെ മൗത്തിന്റെ വേദനയാണ്. നിന്റെ മരണം സംഭവിക്കുകയാ. ഇനി നിനക്ക് തിരുത്താൻ സമയമില്ല, കുംഭസാരത്തിന് സമയമില്ല, മാപ്പ് ചോദിക്കാൻ സമയമില്ല, ഒന്നും പറഞ്ഞു വെക്കാൻ സമയമില്ല. നിന്റെ നിമിഷങ്ങൾ എണ്ണപ്പെട്ടു. ഓ സഹോദരാ, അങ്ങനെ ആത്മാവിലേക്ക്, ഹൃദയത്തിലേക്ക് ആത്മാവ് അങ്ങെത്തിക്കഴിഞ്ഞാൽ ഈ ഹൃദയത്തിൽ നീരാളിപ്പിടുത്തം പിടിക്കും. അത് ശക്തമായി മുറുകെ പിടിച്ചാൽ പിന്നെ വിടില്ല. ആ വിടാതിരിക്കുമ്പോഴാ അറ്റാക്ക് ഉണ്ടാകുന്ന രോഗിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ ഡോക്ടർമാര് നെഞ്ഞത്ത് ശക്തമായി പ്രസ് ചെയ്ത് ഇടിക്കുന്നത് കാണാം. ഈ പിടുത്തമൊന്ന് വിട്ടുകിട്ടാനാ, പക്ഷേ വിടൂല. അവിടെയാണ് ബഹുമാനപ്പെട്ട മഹാനായ ഇസ്രായേൽ എന്ന മലക്ക് ഇടപെടുന്നത്. ആ മലക്ക് വന്നിട്ട് ആത്മാവിനെ പതിയെ പിടിക്കുന്നു. പിടിച്ചിട്ട് നിന്റെ ചങ്കിലൂടെ വലിക്കുന്നു. ചങ്കിലൂടെ വലിക്കുന്നത് കൊണ്ടാ മരിക്കുന്ന മനുഷ്യന്റെ വാ തുറന്നു പോകുന്നു. അവന്റെ മൂക്കുകൾ വികസിക്കുന്നു, അവന്റെ കണ്ണുകൾ പുറത്തേക്ക് തള്ളുന്നു. അവന്റെ കൈകളോ കുഴഞ്ഞു പോയിട്ടുണ്ട്, കാലുകളോ തളർന്നു പോയിട്ടുണ്ട്, വൃഷ്ണങ്ങൾ മേൽപോട്ട് ഉയർന്നു പോയിട്ടുണ്ട്, നാവ് പരമാവധി പുറത്തേക്ക് തൂങ്ങിയിട്ടുണ്ട്. ഈ ഉള്ളിലൂടെ തന്റെ ആത്മാവിനെ അങ്ങ് വലിച്ചു കഴിഞ്ഞാൽ അല്ലാഹ് ഒരു മുഅ്മിനായ മനുഷ്യന്റെ ആത്മാവിന് കൃത്യമായി ഒരു തേനീച്ചയുടെ വലിപ്പമാ. ആ തേനീച്ചയുടെ വലിപ്പമുള്ള ആത്മാവ് ഏറ്റവും കൂടുതൽ സാമ്യമുള്ളത് അതേ അശ്ബഹു ശൈഇൻ ബിസ്ഇബക്കി മെർക്കുറിയോടാണ്. മെർക്കുറി എന്ന് പറഞ്ഞാൽ ഒരിക്കലും പിടിക്കാൻ കിട്ടാത്ത വഴിക്കലിക്കുന്ന ഒരു വസ്തുവാ. അതേപോലെയാണ് ആത്മാവുള്ളത്. ഈ ആത്മാവിനെ മലക്ക് പിടിച്ചിട്ട് അല്ലാഹ് മുഅ്മിനീങ്ങൾ ആത്മാവിനെ സ്വീകരിക്കാൻ വേണ്ടി മലക്കുകൾ ഇറങ്ങി വന്നിട്ടുണ്ട്. അവർ സ്വർഗത്തിൽ നിന്ന് പട്ടിന്റെ തൂവാല കൊണ്ടുവന്നിട്ടുണ്ട്, സുഗന്ധം കൊണ്ടുവന്നിട്ടുണ്ട്. അത് കണ്ടു മരിച്ച മയ്യിത്താണ്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ടല്ലേ സൂറത്തുൽ വാഖിയത്തിൽ പടച്ച റബ്ബ് വ്യക്തമായി പറയുന്നു, അൽഖല്ലാ ഇദാ ബലഗത്തിൽ ഹുൽഖുമ വഅൻതും ഹീനഇദിൻ തൻദുറൂൻ വനഹ്നു അഖ്റബു ഇലൈഹി മിൻകും വലാകിൻ ലാ തുബ്സിറൂൻ. ഈ ആത്മാവ് തൊണ്ടൻകുടിയിലെത്തുമ്പോൾ, വേദന കൊണ്ട് മനുഷ്യൻ കിടന്ന് പെടയുമ്പോൾ, ഈ ദുനിയാവിൽ നിന്ന് പിരിയുന്ന ബേജാറ്, ആഖിറത്തെ രംഗം കണ്ട ബേജാറ്, ഈ രണ്ട് ബേജാറും തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ, ഈ മനുഷ്യന്റെ കണ്ണു തള്ളുമ്പോൾ, ആ മനുഷ്യനെ മരണവേദനയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ സമീപത്ത് നിൽക്കുന്ന മക്കൾക്കും ബന്ധുക്കൾക്കും സ്നേഹജനങ്ങൾക്കും എമ്പാടും ആഗ്രഹങ്ങളുണ്ട്. പക്ഷേ
പക്ഷേ നടക്കുന്നില്ല. വനഹ്നു അഖ്റബു ഇലൈഹി മിൻകും വലാകിൻ ലാ തുബ്സിറൂൻ. അവിടെ വരുന്നവരെയും അവിടെ സംഭവിക്കുന്നതൊന്നും നിങ്ങൾ കാണുന്നില്ല. നമ്മളാണ് ഏറ്റവും കൂടുതൽ അവനിലേക്ക് അടുത്തു നിൽക്കുന്നത്. ആത്മാവങ്ങ് പിടിച്ചാൽ, മലക്കുകൾ തൂവാലയിൽ കെട്ടിക്കൊണ്ടുപോയാൽ, അപ്പോഴാണ് ഞാനും നിങ്ങളും ചൊല്ലുന്നത് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നമ്മളൊക്കെ അല്ലാഹുവിന്റെ അടിമകളാണ്, റബ്ബിന്റെ സൃഷ്ടികളാണ്, റബ്ബിന്റെ നിയന്ത്രണത്തിലാണ്. ഒരാൾക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. കല്ലാ ഇൻ കുൻതും ഗൈറ മദീനീൻ. നിങ്ങൾ മറ്റൊരാളെ നിയന്ത്രണത്തിലല്ലെങ്കിൽ, നിങ്ങൾക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും കഴിയുമെങ്കിൽ, നിന്റെ പണം കൊണ്ട് കഴിയുമെങ്കിൽ, നിന്റെ സ്വാധീനം കൊണ്ട് കഴിയുമെങ്കിൽ, എന്തെങ്കിലും ശക്തി നിനക്കുണ്ടെങ്കിൽ, ഈ ആത്മാവിനെ ഒന്ന് മടക്കി വിളിച്ചുകൂടെ? അല്പസമയത്തേക്കൊന്ന് തിരിച്ചു വിളിച്ചുകൂടെ? ഒന്ന് വെയിറ്റ് ചെയ്യിപ്പിച്ചുകൂടെ? പക്ഷേ ആഖിർ സമാന്റെ മക്കളെ അല്ലാഹ് ഇന്നും പറയുന്നു, നടക്കൂല. ഈ ലോകം മുഴുവനും നിന്റെ കയ്യിലാണെന്ന് സങ്കല്പിച്ചോ, ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ആണെന്ന് സങ്കല്പിച്ചോ, ലോകം മുഴുവനും നിയന്ത്രിക്കുന്നവനാണെന്ന് സങ്കല്പിച്ചോ, ഒരു മിനിറ്റ് പോയിട്ട് സെക്കൻഡ് പോയി ആത്മാവിനെ തിരിച്ചു പിടിക്കാൻ, മടക്കി വിളിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. കഴിയുമെങ്കിൽ നിങ്ങൾക്ക് എന്താണെന്ന് തിരിച്ചു വിളിച്ചൂടെ? മടക്കി വിളിച്ചൂടെ? വെയിറ്റ് ചെയ്യിപ്പിച്ചൂടെ? അതാ തന്റെ പ്രിയപ്പെട്ട മകനെ ഒന്ന് കാണാൻ എത്ര ആഗ്രഹമുണ്ട്. നിമിഷം കൊണ്ട് മകൻ ഇവിടെ എത്തിച്ചേരാൻ പോകുന്നു. ആ മകന് സമീപത്തെത്തുന്നത് വരെ ആത്മാവിനെ ഒന്ന് പിടിച്ചു വെച്ചൂടെ? പക്ഷേ സാധ്യമല്ല. ഖുർആനിലുണ്ട്, ആത്മാവിനെ ആ രൂപത്തിൽ പിടിച്ചിട്ട് തൂവാലയിൽ പൊതിഞ്ഞ് മലക്കുകൾ അല്ലാഹുവിലേക്ക് കൊണ്ടുപോവുകയോ. റബ്ബിന്റെ അരികിലെത്തിക്കഴിഞ്ഞാൽ ഏത് ശരീരത്തിൽ നിന്ന് പിരിഞ്ഞാലും സുബ്ഹാനല്ലാഹ്, പടച്ച റബ്ബിന്റെ തിരുസന്നിധിയിലെത്തണമെങ്കിൽ മുഅ്മിനീങ്ങൾ ആത്മാക്കളാവണം. ഒന്നാം ആകാശത്തെത്തുമ്പോൾ തടയപ്പെടുന്നവരുണ്ട്, രണ്ടാം ആകാശത്ത് തടയപ്പെടുന്നവരുണ്ട്, മൂന്നാം ആകാശത്ത് തടയപ്പെടുന്നവരുണ്ട്. ഇതൊക്കെ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് വിശ്വസിക്കലല്ലാതെ മറ്റു നിർവാഹമില്ല. ഒരു പണ്ഡിതനും ഇതിന് അഭിപ്രായം പറയാനില്ല, ഒരു ശാസ്ത്രത്തിനും അഭിപ്രായം പറയാനില്ല. മുത്തുനബി പറഞ്ഞത് വിശ്വസിക്കലേ നിർവാഹമുള്ളൂ. തങ്ങള് പറയുന്നു, ഈമാന് ക്ലിയർ ഇല്ലാത്തവനാണെങ്കിൽ ഹബീബായ തങ്ങൾ അല്ലാഹുവിനെ പറ്റി, മുത്തുനബിയെ പറ്റി, മലക്കുകളെ പറ്റി, ആഖിറത്തെ പറ്റി, സ്വർഗത്തെ പറ്റി, നരകത്തെ പറ്റി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അതൊന്നും കൃത്യമായിട്ട് വിശ്വസിക്കാത്തവനാണെങ്കിൽ അവന്റെ ആത്മാവ് മേലോട്ട് കയറൂല. രണ്ടാം ആകാശത്താണെങ്കിലോ നിസ്കാരത്തിൽ കൃത്യമായിട്ട് ചിട്ടയില്ലാത്തവനാ. ആഖിർ സമാനിലെ മക്കളെ, എന്റെ പ്രിയപ്പെട്ട മുത്തുമൂമിനീങ്ങളെ, യുവാക്കളെ, സഹോദരങ്ങളെ, വിശ്വസിക്കേണ്ടതൊക്കെ വിശ്വസിച്ചിട്ടുണ്ട്. മുത്തുനബിയിൽ വിശ്വസിച്ചിട്ടുണ്ട്, ആഖിറത്തിൽ വിശ്വസിച്ചിട്ടുണ്ട്, തങ്ങളെ എമ്പാടും ആദരിച്ചിട്ടുണ്ട്. പക്ഷെ നിസ്കാരത്തിൽ ക്ലിയർ അല്ല, കൃത്യമായിട്ട് നിസ്കരിച്ചിട്ടില്ല. നിസ്കാരത്തിൽ പലപ്പോഴും ഉപേക്ഷ വരുത്തിയിട്ടുണ്ട്. അവരാത്മാവ് രണ്ടാം ആകാശത്തിന്റെ മേൽപോട്ട് കയറില്ല. സക്കാത്ത് കൊടുക്കുന്നതിൽ വീഴ്ച വരുത്തിയവന്റെ ആത്മാവ് മൂന്നാം ആകാശത്ത് കയറില്ല. നാലാം ആകാശത്ത് നോമ്പിൽ വീഴ്ച വരുത്തിയവന്റെ ആത്മാവ് മേൽപോട്ട് കയറില്ല. ഹജ്ജ് ചെയ്യൽ കടമയായിട്ട്, ബാധ്യതയായിട്ട് ഹജ്ജ് ചെയ്യാത്തവനാണോ, തൊട്ടടുത്ത ആകാശത്തേക്ക് അവന്റെ ആത്മാവ് കയറില്ല. ഓരോ ആകാശത്തും പ്രത്യേകം പ്രത്യേകം പരിശോധനയും ചെക്കപ്പുമുണ്ട്. അതിന് മലക്കുകളുണ്ട്. അതേ അങ്ങനെ 7
ആകാശവും കഴിഞ്ഞാൽ, ഈ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയാൽ, റബ്ബിന്റെ മുൻപിലെത്തിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യമേ നോക്കുന്നുള്ളൂ. നിസ്കരിച്ചിരുന്നോന്ന് നോട്ടമില്ല, നോമ്പെടുത്തിരുന്നോന്ന് നോട്ടമില്ല, ഹജ്ജ് ചെയ്തിരുന്നോന്ന് നോട്ടമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശോധിക്കുന്നത് ആത്മാർത്ഥത മാത്രമാ. ഇവൻ ചെയ്തത് ആർക്ക് വേണ്ടിയാ? ഇവൻ തലകുത്തി മറിഞ്ഞ് നിസ്കരിച്ചത് ആർക്ക് വേണ്ടിയാ? ഇവൻ നോമ്പെടുത്തത് ആർക്ക് വേണ്ടിയാ? ഇവൻ ധർമ്മം കൊടുത്തത് ആർക്ക് വേണ്ടിയാ? ഇവൻ ജിഹാദ് ചെയ്തത് ആർക്ക് വേണ്ടിയാ? ഇവൻ ദീനീ പ്രവർത്തനം നടത്തിയത് ആർക്ക് വേണ്ടിയാ? പടച്ച റബ്ബിന് വേണ്ടി മാത്രം ചെയ്തത് റബ്ബ് സ്വീകരിക്കുന്നുള്ളൂ. അത് മാത്രമേ റബ്ബ് നോക്കുന്നുള്ളൂ. അത് മലക്കുകളെ കണ്ണിൽ പെടൂല. നിസ്കരിച്ചിരുന്നോ ഇല്ലേ മലക്കുകൾ രേഖപ്പെടുത്തും. നോമ്പെടുത്തോ ഇല്ലേ മലക്ക് രേഖപ്പെടുത്തും. സക്കാത്ത് കൊടുത്തോ ഇല്ലേ മലക്ക് രേഖപ്പെടുത്തും. പക്ഷേ ആത്മാർത്ഥതയുണ്ടോ? പടച്ച റബ്ബിന്റെ വജ്ഹിന് വേണ്ടിയാണോ? വഅദ് പറഞ്ഞതെന്തിനാ? വഅദ് കേട്ടതെന്തിനാ? വഅദ് സംഘടിപ്പിച്ചതെന്തിനാ? ദീനീ പ്രവർത്തനം നടത്തിയതെന്തിനാ? സാന്ത്വന പ്രവർത്തനങ്ങൾ നടത്തിയതെന്തിനാ? പടച്ച റബ്ബിന്റെ പ്രീതിക്ക് വേണ്ടിയാണോ എന്നത് പരിശോധിക്കുന്ന ആള് അത് അല്ലാഹു തന്നെയാ. അത് മാത്രം പടച്ച റബ്ബ് നോക്കിയിട്ട് അനുഗ്രഹം കഴിക്കേണ്ടത് അനുഗ്രഹിച്ചിട്ട്, പൊറുക്കേണ്ടതൊക്കെയും പൊറുത്തിട്ട്, മായ്ക്കേണ്ടതൊക്കെയും മായ്ച്ചിട്ട് ഈ ആത്മാവ് അതേ രൂപത്തിൽ തിരിച്ചു വരുന്നു. ഈ ആത്മാവ് ഏതൊരു ശരീരത്തിൽ നിന്നാണോ പിടിച്ചെടുത്തത് ആ ശരീരത്തിന്റെ സമീപത്ത് തന്നെ കൊണ്ടുപോയി വെക്കുന്നു. സുബ്ഹാനല്ലാഹ്. ഏത് ശരീരത്തിന്റെയും കഥ ഇതാണ്. മരിച്ചു കിടക്കുന്ന ഡെഡ് ബോഡി നമ്മൾ കാണാറില്ലേ? ആ ഡെഡ് ബോഡിയിൽ നിന്ന് പിരിഞ്ഞ ആത്മാവ് തന്റെ സമീപത്ത് തന്നെയുണ്ട്. അവിടെ വരുന്നവരെ അത് ശ്രദ്ധിക്കുന്നുണ്ട്. അവിടെ വെച്ച് പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കുന്നുണ്ട്. അവിടെ എല്ലാവരെയും നിരീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ ആ മയ്യത്ത് ഇതാ കുളിപ്പിക്കാൻ എടുക്കുന്നത് വരെ ആത്മാവ് അവിടെ തന്നെ നിൽക്കുന്നു. കുളിപ്പിക്കാൻ എടുക്കുന്ന സമയത്തും ആത്മാവ് കരയുന്നു. ഇതെല്ലാം മുത്തുനബി പഠിപ്പിച്ചതാണ്, സംശയം വേണ്ട. ഹബീബായ തങ്ങൾ പറഞ്ഞ ഹദീസ് വിശദീകരിക്കാൻ ടൈമില്ലാത്തത് കൊണ്ട് ചുരുക്കി പറയുന്നു. എല്ലാം കഴിഞ്ഞ് മയ്യത്ത് വീട്ടിൽ നിന്നെടുക്കുമ്പോൾ, കഫൻ ചെയ്ത് മയ്യത്ത് വീട്ടിൽ നിന്നെടുക്കുമ്പോൾ ആ മയ്യത്ത് കട്ടിലിന്റെ മുകളിൽ ഈ ആത്മാവ് ഇരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. ആത്മാ എല്ലാവരും മയ്യത്ത് കട്ടിൽ ചുമരിലേറ്റി ആളുകൾ ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി പോകുമ്പോൾ, പള്ളിയിലേക്ക് പോകുമ്പോൾ, ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആ വീട്ടിൽ നിന്ന് അവസാനത്തെ ഇറക്കം. എത്ര അധ്വാനിച്ചുണ്ടാക്കിയ വീടായി രമ്യഹർമ്യമായിരുന്നു. അതേ സമ്പാദ്യം മുഴുവനും ചെലവഴിച്ചുകൊണ്ടുണ്ടാക്കിയ ഭവനമായിരുന്നു. ആ ഭവനത്തിൽ നിന്ന് അവസാനമായിട്ട് ഇറക്കുമ്പോൾ എത്ര വലിയ കാറുകളും വാഹനങ്ങളും സൗകര്യങ്ങളും ഉണ്ടായിരുന്നെങ്കിലും അത് മുഴുവനും അവിടെ വെച്ചുകൊണ്ട് ഈ കട്ടിലിൽ കയറ്റി കൊണ്ടുവരുമ്പോൾ മോനെ ചിന്തിച്ചിട്ടുണ്ടോ? അവസാന യാത്രയ്ക്കുള്ള നിന്റെ വാഹനം എന്നും നിന്റെ പള്ളിയിൽ റെഡിയാ. അതിന് ഇന്ധനം വേണ്ട, അതിന്റെ ഡ്രൈവർമാര് റെഡിയാ. അവസാനം നിനക്ക് യാത്ര ചെയ്യാനുള്ള വാഹനത്തിന്റെ ഇന്ധനത്തിന് വില കൂടുന്നില്ല, ഡ്രൈവർമാർക്ക് സ്ട്രൈക്കില്ല. അത് കൃത്യമായിട്ട് എന്നും പള്ളിയിലേക്ക് ജുമുഅക്ക് പോകുമ്പോൾ ആ ജുമുഅത്ത് പള്ളിയിൽ അവിടെ ക്ഷയാർ ചെയ്യപ്പെട്ട വാഹനം ഒന്ന് കണ്ടൂടെ? ആ വാഹനത്തിലേക്കൊന്ന് നോക്കിക്കൂടെ? കുല്ലുബിനി ഉൻസാവയിൻ ഖലത്ത് സലമതുഹു യൗമൻ അലാ ആലത്തിൻ ഹദ്ബാ മഹ്മൂലു. കാർ വരാത്ത വീടുകൾ ഉണ്ടാവാം,
ബൈക്ക് പോലും വരാത്ത വീടുകൾ ഉണ്ടാവാം, മറ്റു വാഹനങ്ങൾക്ക് സൗകര്യങ്ങളില്ലാത്ത വീടുകൾ ഉണ്ടാവാം. പക്ഷെ ഈ വാഹനം വരാത്ത വീടുകളില്ല. എല്ലാ വീട്ടിലും വരുന്ന വാഹനം, എല്ലാവരും വീട്ടിലും വരുന്ന വാഹനം, ആ വാഹനത്തിൽ നിന്നെ കയറ്റിയിട്ട് ആളുകൾ നിന്നെ ചുമലിലേറ്റി കൊണ്ടുപോകുമ്പോൾ ആ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് കരയുന്ന ശബ്ദം കേൾക്കാം. നിന്റെ പ്രിയപ്പെട്ട ഭാര്യ കരയുന്നുണ്ടാവും, മക്കള് കരയുന്നുണ്ടാവും, പലരും ശ്വാസം അടക്കി പിടിച്ച് കരയുന്നുണ്ടാവും. അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന വീട്ടിലേക്ക് നോക്കിയിട്ട് ഈ കട്ടിലിന്റെ മുകളിൽ കിടക്കുന്ന ആത്മാവ് പറയുന്നൊരു വാക്കുണ്ട്. ഹബീബ് പഠിപ്പിച്ചു, സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് തങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ആയിഷ ബീവി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. യാ ജമാഅത്തി, എന്റെ കുടുംബമേ, ബന്ധുക്കളെ, എന്റെ കൂട്ടുകാരെ, ലാ തഗറന്നകുമുദ് ദുനിയാ കമാ ഗറത്നി, ഈ ദുനിയാവ് എന്നെ വഞ്ചിച്ചതുപോലെ നിങ്ങളെ വഞ്ചിക്കരുത്. ഈ ദുനിയാവിലെ സുഖങ്ങളും സൗകര്യങ്ങളും ആർഭാടങ്ങളും ഞാൻ കണ്ടപ്പോൾ ഇതാണ് എന്റെ ജീവിതമെന്ന് ഞാൻ മനസ്സിലാക്കി. ഇവിടെയാണ് സുഖം വേണ്ടത് എന്ന് മനസ്സിലാക്കി, ഇവിടെയാണ് സൗകര്യങ്ങൾ വേണ്ടതെന്ന് മനസ്സിലാക്കി, ഇവിടെയാണ് സുന്ദര വീടുകൾ വെക്കേണ്ടതെന്ന് മനസ്സിലാക്കി. ഈ ദുനിയാവിന്റെ ചുറ്റുപാടുകളിൽ മുഴുകിയിട്ട് ഈ യാത്ര മറന്നുപോയി, എന്റെ വീട് മറന്നുപോയി. എനിക്ക് സംഭവിച്ചത് നിങ്ങൾക്ക് സംഭവിക്കരുത്. ഈ ദുനിയാവ് എന്നെ കളിപ്പിച്ചതുപോലെ നിങ്ങളെ കളിപ്പിക്കരുത് എന്ന് ഈ ആത്മാവ് കട്ടിലിന്റെ മുകളിൽ കിടന്ന് പറയുന്നുണ്ട്. അങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ടിറങ്ങിയാൽ പള്ളിയിലോ മറ്റോ ഇറക്കി വെച്ചുകൊണ്ട് നിസ്കാരം നടക്കുമ്പോൾ, ആ നിസ്കാരത്തിന് ശേഷം ഒട്ടുമിക്ക ആളുകളും പിരിഞ്ഞു പോകുമ്പോൾ, നിന്റെ കൂട്ടുകാരി പിരിഞ്ഞു പോകുമ്പോൾ, ബന്ധുക്കൾ പിരിഞ്ഞു പോകുമ്പോൾ, കുടുംബാംഗങ്ങൾ പിരിഞ്ഞു പോകുമ്പോൾ, ഈ കട്ടിലിൽ കിടക്കുന്ന ആത്മാവ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, അല്ലാ, ജീവിച്ചിരിക്കുന്നവർ മരിച്ചവരെ മറക്കുമെന്ന് എനിക്കറിയാം. എല്ലാവരും മറന്നു പോകുമല്ലോ. ആരാ മരിച്ചവരെ മറക്കാത്തത്? ഏത് മക്കളാ തന്റെ പ്രിയപ്പെട്ട ഉപ്പയെ മറക്കാത്തത്? ഏത് ഭർത്താവാ ഭാര്യയെ മറക്കാത്തത്? ഏത് ഭാര്യയാ ഭർത്താവിനെ മറക്കാത്തത്? ഏത് കൂട്ടുകാരനാ കൂട്ടുകാരെ മറക്കാത്തത്? മരിച്ചവരെ മറക്കുമെന്നറിയാം, അവരെ ഓർക്കില്ലെന്നറിയാം. പക്ഷേ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എന്റെ മക്കൾക്കും എന്റെ ബന്ധുമിത്രാദികൾക്കും എന്റെ വീടൊന്നു കാണാൻ, എന്റെ വീടിന്റെ അരികിൽ എന്ന് വരാൻ പോലും സമയം കിട്ടിയില്ലല്ലോ. എത്ര പെട്ടെന്നാണ് അവരെന്നെ മറന്ന് വിട്ടുപോയത്. ആയിരക്കണക്കിന് കൊല്ലം എനിക്ക് താമസിക്കാനുള്ള വീട്, ഈ ദുനിയാവിൽ 10-40 കൊല്ലം എനിക്ക് താമസിക്കാനുള്ള വീട്, ആ വീട് ഉദ്ഘാടനത്തിന്റെ ദിവസം എത്ര താല്പര്യത്തോടെ ആ കൂട്ടുകാർ വന്നിരുന്നത്, എന്റെ ബന്ധുക്കൾ വന്നിരുന്നത്, എന്റെ ഭാര്യ വീട്ടുകാര് വന്നിരുന്നത്, എന്റെ മറ്റു സ്നേഹിതന്മാര് വന്നിരുന്നത്. അതേ സമയത്ത് ഇത് 40 കൊല്ലത്തിനുള്ള വീടല്ല, 400 കൊല്ലത്തിനുള്ള വീടല്ല, ആയിരക്കണക്കിന് കൊല്ലം എനിക്ക് ഒറ്റക്ക് താമസിക്കാനുള്ള ഭവനമാ. ഈ ഭവനത്തിന്റെ അരികിൽ വന്നിട്ട് എന്റെ വീടൊന്നു കാണാൻ, എന്റെ വീടൊന്ന് വിലയിരുത്താൻ എന്റെ കൂട്ടുകാർക്ക് കഴിഞ്ഞില്ലല്ലോ എന്നും പറഞ്ഞ ആത്മാവ് പൊട്ടിക്കരയുന്നു. വീണ്ടും അവിടുന്ന് കബറിലേക്ക് എടുക്കുന്നു. മയ്യത്ത് കബറിന്റെ തല കാല് വരുന്ന ഭാഗത്ത് വെച്ചിട്ട് ആ സ്ട്രെച്ചറിൽ നിന്ന് മയ്യത്തെടുത്തിട്ട്, സുബ്ഹാനല്ലാഹ്, നല്ല ആരോഗ്യമുള്ള ആഴമുള്ള ഒരാള് ആ കബറിലേക്ക് അങ്ങ് ഇറങ്ങിയിട്ട് ഈ മയ്യത്ത് അങ്ങ് ഏറ്റുവാങ്ങിയിട്ട് ഈ മയ്യത്ത് ചരിച്ച കബറിൽ കിടത്തുന്നത്. ആഖിർ സമാനിലെ മക്കളെ, എങ്ങനെയാ ഇത് നിങ്ങളോട് പറയേണ്ടതെന്നറിയില്ല. ഈ നാട്ടില് എത്ര കൊലകൊൻപന്മാര് കഴിഞ്ഞുപോയി, എത്ര പ്രതാപമുള്ളവർ കഴിഞ്ഞുപോയി, എത്ര മുതലാളിമാര് കഴിഞ്ഞുപോയി, എത്ര സമ്പന്നർ കഴിഞ്ഞുപോയി. നാട് വിറപ്പിച്ചവരില്ലയോ? അല്ലാഹ്, വില്ലാളി വീരന്മാരില്ലയോ? ഒരു വിരൽ തുമ്പ്
കൊണ്ട് ലോകം നിയന്ത്രിച്ചവരില്ലയോ? അവരെല്ലാം ഇന്ന് പള്ളിക്കാട്ടിൽ എത്ര ശാന്തതയോട് കൂടെയാ കിടക്കുന്നത്. ആരെ വീടും വ്യത്യാസമില്ല, എല്ലാവരും വീടും ഒരുപോലെയാ. കോടികൾ ചെലവഴിച്ചാർഭാടമുള്ള വീട്ടിൽ കിടന്നിരുന്നവരും അടിക്കടിക്കുന്ന ബെഡിൽ കിടന്ന് രസിച്ചിരുന്നവരും തണുപ്പ് തുപ്പുന്ന AC റൂമിൽ കിടന്ന് സുഖിച്ചവരും 24 മണിക്കൂറും സുഖിച്ച് രമിച്ച് ജീവിച്ചിരുന്നവരും എല്ലാവരുടെ വീടും ഒരുപോലെയാ. ഒരാളെ വീടും ടൈൽസ് ഇട്ട് മിനുക്കിയിട്ടില്ല, സിമന്റ് തേച്ച് മിനുക്കിയിട്ടില്ല, ലൈറ്റുകൾ ഘടിപ്പിച്ച് വിശാലത കൂട്ടിയിട്ടില്ല, സൗകര്യപ്പെടുത്തിയിട്ടില്ല. ചെരിഞ്ഞു കിടക്കാൻ മാത്രം വലിപ്പമുള്ളൊരു ഖബറ്. മുന്നോട്ടില്ല, പിന്നോട്ടില്ല, ഇടത്തോട്ടില്ല, വലത്തോട്ടില്ല. നിന്നെ പതിയേതാ ഖബറിൽ ചരിച്ച് കിടത്തുന്നു. മലർന്നു കിടത്താൻ പാടില്ലല്ലോ, കമഴ്ത്തി കിടത്താൻ പാടില്ലല്ലോ. കൃത്യമായിട്ട് ചരിച്ചു തന്നെ ഖബറിൽ കിടത്തണം. സുബ്ഹാനല്ലാഹ്. ഏത് മുതലാളിക്കും, ഏത് തൊഴിലാളിക്കും, ഏത് മുട്ടാള പാവപ്പെട്ടവനും ഒരേ ഡ്രസ്സുകളാ. ബനാറസിന്റെ പട്ടുസാരികളില്ല, 25,000 കോട്ടുകളില്ല, 10,000 തുണികളില്ല, വല്ലേ കോടികളുടെ വാച്ചുകളില്ല. എല്ലാവർക്കും ഒരേ വസ്ത്രം തന്നെയാ. ആ വസ്ത്രത്തിൽ നിന്നെ കിടത്തിയിട്ട് നിന്റെ മീതെയുള്ള കെട്ടുകൾ അഴിച്ചിട്ട് നിന്റെ കവിളിന്റെ നേരെ വെച്ചിരിക്കുന്ന തുണി നീക്കിയിട്ട് ഒരു പിടി മണ്ണെടുത്തിട്ട് അത് വെള്ളം ചേർത്തി കുഴച്ചിട്ട് ഉരുളയാക്കിയിട്ട് നിന്റെ കവിളിന്റെ താഴ്ഭാഗത്ത് വെച്ചിട്ട് ഒരു തലയിണ പോലെ നിന്റെ കവിളത്തി വെച്ചിട്ട് നിന്റെ കവിളാ മണ്ണിലേക്ക് വെച്ചമർത്തിയിട്ട് ഈ കയറൊക്കെ നിന്റെ മേലെ തന്നെ ഇട്ടിട്ട് ഭാരിച്ച കല്ലുകൾ മേലെ വരുന്നു. ആ കല്ലുകൾ വന്നിട്ട് ഓരോന്നായി അടുക്കി വെക്കുന്നു, ഓരോ ഹോളുകളും അടയ്ക്കുന്നു. എന്തൊരു ചൂടാ, എന്തൊരു ഇരുളാ, എന്തൊരു കഷ്ടപ്പാടാ. ആ കബർ മാറായിട്ട് എല്ലാ ഓളുകളും അടച്ച് ചുറ്റുഭാഗത്തും നിൽക്കുന്ന നിന്റെ പൊന്നോമന മകനാ ഒരു പിടി മണ്ണെടുത്ത് നിന്റെ മേലേക്ക് എറിയുന്നു. നിന്റെ ഭർത്താവിതാ മേലേക്ക് മണ്ണിടുന്നു, നിന്റെ പ്രിയപ്പെട്ട ശിഷ്യനിതാ മേലേക്ക് മണ്ണിടുന്നു. വല്ലാത്തൊരു ധൈര്യമല്ലേ എന്റെ പ്രിയപ്പെട്ട ശൈഖ് ബഹുമാനപ്പെട്ട വൈലത്തൂരി തങ്ങളുപ്പാപ്പാന്റെ ഖബറിന്റെ മോൾ മണ്ണിടാൻ എനിക്ക് ധൈര്യം വന്നില്ല. ആ ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവി ചോദിച്ചിരുന്നു, ഹസൻ തങ്ങളോട് ചോദിച്ചിരുന്നു, ഹുസൈൻ തങ്ങളോട് ചോദിച്ചിരുന്നു, ഉപ്പാപ്പ മുത്തുനബിന്റെ ശരീരത്തിലേക്ക് മണ്ണിടാൻ നിങ്ങൾക്ക് ധൈര്യം വന്നോ? ഇല്ല, കൽബുള്ളവർക്ക് കഴിയില്ല, മനസ്സുള്ളവർക്ക് കഴിയില്ല, ആത്മബന്ധമുള്ളവർക്ക് കഴിയില്ല. ആ ഒരുമിച്ച് കൂടി ആളുകൾ മണ്ണിടുന്നു, കൈക്കോട്ട് കൊണ്ട് കബറുകൾ നിറയ്ക്കുന്നു, ഒരു മീസാൻ കല്ലും കുത്തുന്നു, ഒരു ചെടിയും വെക്കുന്നു, ഒരു തൊട്ടി വെള്ളവും ഒഴിക്കുന്നു. അതിനുശേഷം നിങ്ങൾക്ക് കേൾക്കണോ, ഏതോ ഉസ്താദ് ഫാത്തിഹ ഓതി ദുആ ചെയ്യുന്നു. യാസീൻ ഓതാൻ സമയം കിട്ടാറില്ല, ഖത്മ് തീർക്കാൻ സമയം കിട്ടാറില്ല. ഷാഫി ഇമാം പറഞ്ഞു, ആ സമയത്ത് ഖത്മ് തീർക്കലാ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. ആർക്കുണ്ട് സമയം, ആർക്കുണ്ട് നേരം? ഇതൊന്ന് കഴിഞ്ഞാൽ പിരിഞ്ഞു പോകാമായിരുന്നു. അങ്ങനെ പിരിഞ്ഞു പോരുമ്പോ എല്ലാവരും പറയാതെ പറയുന്നൊരു വാക്കുണ്ട്, എനിക്കിടന്നടോ, അനുഭവിച്ചടോ ദുനിയാവിൽ നീ ചെയ്തു കൂട്ടിയ എല്ലാ പരാക്രമങ്ങൾക്കും, നിന്റെ ഹുങ്കാരങ്ങൾക്കും, നിന്റെ തമ്മാടിത്തരങ്ങൾക്കും, നിന്റെ എല്ലാ വിഴുപ്പലക്കലുകൾക്കും മതിയായത് അനുഭവിച്ചോ. നീയായി നിന്റെ പാടായി. മക്കളാകുന്ന ഞങ്ങൾ നിങ്ങളെ കൂടെയില്ല, വാപ്പയാകുന്ന ഞാൻ നിന്റെ കൂടെയില്ല, ഭർത്താവാകുന്ന ഞാൻ നിന്റെ കൂടെയില്ല, ആരും നിന്റെ കൂടെയില്ല, കൂട്ടുകാർ കൂടെയില്ല. നീയായി നിന്റെ പാടായി എന്നും പറഞ്ഞ് എല്ലാവരും പിരിഞ്ഞു പോരുകയാ. പിരിഞ്ഞു പോന്നാൽ ഇനിയാണ് നിങ്ങൾ കേൾക്കുന്നത്
അനുഭവിക്കേണ്ടത്. ആ മനുഷ്യന്റെ ബർസഖി ജീവിതം തുടങ്ങുകയാ. സുബ്ഹാനല്ലാഹ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുന്നു, അഖ്ബിർനി അൻ അവ്വലി മലക്കിൻ യദ്ഖുലുൽ ഖബ്റ. ഈ ഖബറിലേക്ക് ആദ്യമായിട്ട് കടന്നു വരുന്നതാരാ? ഇനി സാധ്യം സംഭവിക്കുന്നതെന്താ? ഹബീബായ തങ്ങൾ പറയുന്നു, അൻത അവ്വലു മൻ സഅലനി. ആരും ഇന്ന് വരെ എന്നോട് ഇത് ചോദിച്ചില്ല, നിങ്ങളാണ് ആദ്യമായിട്ടത് ചോദിക്കുന്നത്. ആദ്യമായിട്ട് ഖബറിലേക്ക് കടന്നു വരുന്നത്, ചേതനയറ്റിരിക്കുന്ന ശരീരത്തിന്റെ അരികിൽ കടന്നു വരുന്നത് റൗമാൻ എന്ന മലക്കാ. ഈ മലക്കിന്റെ ഡ്യൂട്ടി തന്നെ ഭൂമിക്കടിയില്, ഭൂമിന്റെ പുറത്തല്ല, ഭൂമിയുടെ ഉള്ളിലൂടെ കറങ്ങുന്ന മലക്കാണ്. ഈ മലക്കാണ് ഈ ഖബറിലേക്ക് വരുന്നത്. സുബ്ഹാനല്ലാഹ്. ഈ ഖബറിന്റെ മുൻവശത്തുള്ള ഭിത്തി തന്റെ തേറ്റപ്പല്ല് കൊണ്ട് കുത്തിത്തുരന്ന് ഈ ഖബറിൽ വന്ന് ഇങ്ങനെ ഇരിക്കുകയാ. ഇരുന്നിട്ട് ഈ മലക്ക് ചെയ്യുന്നതെന്താ? സുബ്ഹാനല്ലാഹ്. ഈ ശരീരത്തിൽ നിന്ന് പിരിഞ്ഞ ആത്മാവ് ഖബറിന്റെ മുകളിലാണ് ഉള്ളത്. അത് മറവ് ചെയ്തിട്ടില്ല, അത് ഖബറിലേക്ക് ഇറക്കി വെച്ചിട്ടില്ല. ഡെഡ് ബോഡി ഖബറിലാ, ആത്മാവ് മുകളിലാ. ആത്മാവിനോടാണ് തൽക്കീൻ ചൊല്ലിക്കൊടുത്തത്, ആത്മാവിനെയാണ് ഓർമ്മപ്പെടുത്തി കൊടുത്തത്. ഈ ആത്മാവ് മുകളിൽ കിടക്കുന്ന ആത്മാവും ഈ താഴ്ഭാഗത്തുള്ള ശരീരവും തമ്മിൽ ഈ മലക്കൊന്ന് കണക്ഷൻ കൊടുക്കുകയാ. ഇതങ്ങ് ബന്ധിപ്പിക്കുമ്പോൾ ഫയഹ്യാ, ഈ ഖബറിൽ കിടക്കുന്ന ശരീരം ഹയാത്താകുന്നു. ഈ ദുനിയാവിലെ ഹയാത്ത് പോലെയല്ല, തന്റെ നെഞ്ഞിന്റെ മേൽപോട്ട് മാത്രമാണ് ഹയാത്തുണ്ടാകുന്നത്. ആ നെഞ്ഞിന്റെ താഴോട്ട് ഹയാത്തില്ല. കാലനക്കൂല, കാലിൽ ഹയാത്തില്ല. ഈ രണ്ട് കൈകളും തന്റെ നെഞ്ഞിന്റെ മേൽപോട്ടും മാത്രം ഹയാത്താകുന്നു. കണ്ണ് തുറക്കുന്നു, ചുണ്ടുകൾ ചലിക്കുന്നു. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ ഓർത്തു നോക്കൂ, കൃത്യമായി ചിന്തിക്കൂ. ഒരുപക്ഷേ ഈ മനുഷ്യന്റെ ആത്മാവ് പിരിഞ്ഞത് ICU റൂമിൽ കിടക്കുമ്പോഴായിരിക്കും. ഡോക്ടേഴ്സും നഴ്സുമാരും തന്നെ പരിചരിച്ചു കൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഒരുപക്ഷെ ആത്മാവ് പിരിഞ്ഞത്. അതല്ലെങ്കിൽ തന്റെ കൂട്ടുകാരും ബന്ധുക്കളും കൂടി നിൽക്കുന്ന സമയത്തായിരിക്കും പിരിഞ്ഞത്. അതല്ലെങ്കിൽ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ടെറഫിൽ വെച്ചായിരിക്കും ആത്മാവ് പിരിഞ്ഞത്. അല്ലെങ്കിൽ വണ്ടി ഓടിച്ചു കൊണ്ടിരിക്കുമ്പോഴായിരിക്കും ആത്മാവ് പിരിഞ്ഞത്. അല്ലെങ്കിൽ TV തന്റെ കയ്യിലുള്ള റിമോട്ട് കൊണ്ട് കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആയിരിക്കും ഒരുപക്ഷെ ആത്മാവ് പിരിഞ്ഞത്. ഇങ്ങനെ പല സമയത്താവാലോ ആത്മാവ് പിരിഞ്ഞത്. ആ കണ്ണ് പിന്നെ തുറന്നത് ഖബറിലാണ്. ഖബറിലെത്തിയപ്പോൾ കാണുന്നത് എന്താണ്? ചുറ്റുഭാഗത്തും കൂരിരുട്ട്. തിരിയാൻ പറ്റുന്നില്ല, മറിയാൻ പറ്റുന്നില്ല, മലർന്നു കിടക്കാൻ കഴിയുന്നില്ല, കമിഴ്ന്ന് കിടക്കാൻ പറ്റുന്നില്ല, മേലോട്ട് നീങ്ങാൻ പറ്റുന്നില്ല, താഴോട്ടിറങ്ങാൻ പറ്റുന്നില്ല. കൂരി ഇരുട്ടാണോ അതിനേക്കാൾ വലിയ ചൂടുമാണ്. അപ്പോൾ കാണുന്ന തിളങ്ങുന്ന കണ്ണുകളുമായി കറുത്തിരുണ്ടൊരു രൂപം. ആ രൂപമാണ് മലക്ക്. ഈ റൗമാൻ എന്ന മലക്ക് അതിന്റെ പല്ലുകളെ കൊണ്ട് ഇതാ അവനെ തുറിച്ചു നോക്കിയിട്ട് ചിരിക്കുന്നു. ചിരിച്ചുകൊണ്ട് പറയുന്നടോ, ഇത് നിനക്ക് സുഖമായിട്ട് ജീവിക്കാനുള്ള വീടല്ല, ഇത് സുഖലോലുപതയുടെ വീടല്ല, ഇത് അനബൈത്തുള്ളയിക്കാ, ഇത് ഇടുങ്ങിയ വീടാണ്. അതിന് ബൈത്തുൽ വഹ്ശ, ഇത് ഏകാന്തതയുടെ വീടാണ്. ഇവിടെ നിന്റെ മിത്രങ്ങൾ വരൂല, ഇവിടെ നിന്റെ ഭാര്യ ഇടക്കിടക്ക് വരൂല, ഇവിടെ നിന്റെ കൂട്ടുകാരിടക്ക് നിന്നെ സന്ദർശിക്കാൻ വരൂല, ആരും നിന്നെ കാണാൻ വരൂല. ഇത് ഏകാന്തതയുടെ വീടാണ്, ഇത് ഞെരുക്കത്തിന്റെ വീടാണ്, ഇത് കൂരിരുട്ടിന്റെ വീടാണ്, ഇത് അനുഭവിക്കാനുള്ള വീടാണ് എന്ന് പറഞ്ഞു
പറഞ്ഞുകൊണ്ട് മാത്രമല്ല, ഈ വീട് നിനക്കറിയുമോ? നീ റൂമിൽ കിടക്കുമ്പോൾ, നീ ഹോസ്പിറ്റലിൽ കഴിയുമ്പോൾ, അല്ലെങ്കിൽ രോഗശയ്യയിൽ കഴിയുമ്പോൾ, ഇടയ്ക്ക് നിനക്ക് സന്ദർശിക്കാൻ ആളുകൾ വരും, ബന്ധുക്കൾ വരും, കൂട്ടുകാർ വരും. അപ്പോൾ നിനക്ക് ആശ്വാസമാണ്. ഇവിടെ നിന്നെ സന്ദർശിക്കാൻ വരുന്നത് റബ്ബിന്റെ മലക്കുകളാ. ഇവിടെ നിന്റെ കൂടെ സഹകാരികളായി നിന്റെ കൂടെ കിടക്കാൻ വരുന്നതാരാണ്? 1.5 മുഴമുള്ള പുഴുക്കളാണ്. ആ പുഴുക്കളാ നിന്റെ കൂടെ കിടപ്പുകാർ. ആ പുഴുക്കളാ നിന്റെ ശരീരത്തിൽ വരുന്നത്. അവരാദ്യം നിന്റെ കണ്ണിൽ കൂടി കയറിയിട്ട് നിന്റെ കണ്ണതാ വീഴുമല്ലോ. ഒരു മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് ആദ്യം വീഴുന്നത് കണ്ണാണ്. അതുകൊണ്ടല്ല മയ്യത്ത് 3 കണ്ണൊഴുക്ക് എന്ന് പറയുന്നത്. ആദ്യം വേർതിരിഞ്ഞിട്ടൊരു കുഴി പോലെ പ്രത്യക്ഷപ്പെടുന്നു 2 കണ്ണുകള്. ആ കണ്ണിന്റെ കുഴിയിൽ കൂടി പുഴു കയറിയിട്ട് നിന്റെ മൂക്കിൽ കൂടി അതാ പുറത്തേക്ക് വരുന്നു. ഇങ്ങനത്തെ പുഴുക്കളാ. സുബ്ഹാനല്ലാഹ്, നിന്റെ വയറോ വീർത്ത് പൊട്ടിയിട്ടുണ്ടാകും, കുടല് മുഴുവനും പുറത്തു ചാടിയിട്ടുണ്ടാകും. ഈ രൂപത്തിൽ നിന്റെ പുഴുക്കളാണ് നിന്റെ കൂട്ടുകാരായിട്ട് കൂടെ കിടക്കുന്നവര്. അതുകൊണ്ട് മനുഷ്യ, ഓ ശബ്ദം കേൾക്കുന്ന മോമിനീങ്ങളെ, ഇതൊക്കെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? ഉറപ്പിക്കാൻ പറ്റുന്നുണ്ടോ? സംശയമില്ലാതെ കൃത്യമായി നിങ്ങൾക്ക് അചഞ്ചലമായിട്ട് ഉറപ്പുണ്ടോ? എങ്കിൽ മാത്രമേ നിങ്ങൾ നിസ്കരിക്കേണ്ടതുള്ളൂ. എങ്കിൽ മാത്രമേ നിങ്ങൾ നോമ്പെടുക്കേണ്ടതുള്ളൂ. എങ്കിൽ മാത്രമേ നിങ്ങൾ ഖുർആൻ ഓതേണ്ടതുള്ളൂ. എങ്കിൽ മാത്രമേ നിങ്ങൾ വഅദ് കേൾക്കേണ്ടതുള്ളൂ. എങ്കിൽ മാത്രമേ നിങ്ങൾ മുസ്ലിം എന്ന് പറയേണ്ടതുള്ളൂ. ഹബീബായ തങ്ങൾ പറയുന്നു, ആ മലക്ക് നിന്റെ മുഴുവൻ അമലും എഴുതിക്കോ. പ്രായപൂർത്തി എത്തിയതിനു ശേഷം, നിനക്ക് 15 വയസ്സ് കഴിഞ്ഞതിന് ശേഷം എന്തെല്ലാം നീ പ്രവർത്തിച്ചിട്ടുണ്ട്, സകല കാര്യങ്ങളും നീ രേഖപ്പെടുത്തിക്കോ. കൃത്യമായിട്ട് എഴുതണം. സുബ്ഹാനല്ലാഹ്. പലപ്പോഴും ഈ കാലം, ഈ സമീപകാലം വരെ നമ്മൾ എയർപോർട്ടിൽ കൂടി ഫ്ലൈറ്റ് കയറി പോകുമ്പോൾ നമ്മൾ ആ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങുന്നതിന്റെ മുമ്പ് ഡീറ്റെയിൽസ് മുഴുവനും നാം എഴുതി കൊടുക്കണം. പേരെഴുതണം, നമ്മുടെ നാട് എഴുതണം, പ്ലേസ് എഴുതണം, പാസ്പോർട്ട് നമ്പർ എഴുതണം. എല്ലാ കാര്യങ്ങളും എഴുതിയിട്ട് റെക്കോർഡാക്കണം. അത് നമ്മൾ എയർപോർട്ട് എമിഗ്രേഷൻ കൗണ്ടറിൽ കൊടുക്കണം. ഇങ്ങനെയായിരുന്നു സമീപകാലം വരെ. ഇപ്പോഴല്ലേ മാറ്റം വന്നത് എന്നതുപോലെ ഇതെല്ലാം നീ കൃത്യമായിട്ട് എഴുതിക്കോ എന്ന് പറയുമ്പോ ഈ ഖബറിൽ കിടക്കുന്ന മനുഷ്യൻ ഭയവിഹ്വലനായിട്ട് പറയും, എഴുതാൻ കഴിയില്ല, ഇവിടെ പേനയില്ല, കടലാസില്ല. ഈ റൗമാൻ എന്ന മലക്ക് ഇതാ തന്റെ കഫൻ തുണിയിൽ നിന്നൊരു കഷ്ണം മുറിച്ചുകൊണ്ട് പറയുന്നു, ഈ തുണിയിലാണ് എഴുതേണ്ടത്, നിന്റെ വിരൽ തുമ്പ് കൊണ്ടാണ് എഴുതേണ്ടത്, നിന്റെ ഉമിനീര് മഷിയാക്കിയിട്ടാണ് എഴുതേണ്ടത്. ഇന്ന് രാവിലെ മുതൽക്ക് ഈ സമയം വരെ ഞാനും നിങ്ങളും പറഞ്ഞതും ചെയ്തതും എല്ലാം നമുക്ക് ഓർമ്മയുണ്ട് എന്നതുപോലെ ജീവിതത്തിൽ സംഭവിച്ച മുഴുവൻ കാര്യങ്ങളും ആ സമയത്ത് റബ്ബ് നമുക്ക് ഓർമ്മയാക്കി തരും. എല്ലാം ഓർമ്മയിൽ വരും. മുഴുവനും ആ മനുഷ്യൻ അവന്റെ കൈത്തുമ്പ് കൊണ്ട്, വിരൽ തുമ്പ് കൊണ്ട് എഴുതും. എഴുതിയിട്ട് ഇത് മടക്കി ചുരുട്ടിയിട്ട് അവന്റെ കഴുത്തിൽ കെട്ടി തൂക്കും റൗമാൻ എന്ന മലക്ക്. മുത്തുനബി പറഞ്ഞു കൊടുത്തു, ഇബ്നു മസ്ഊദ് ഇതിനെ പറ്റിയാണ് ഖുർആൻ പറഞ്ഞത്, വകുല്ല ഇൻസാനിൻ അൽസംനാഉ ത്വാഇറഹു ഫീ ഉനുഖിഹി വനുഖ്രിജു ലഹു യൗമൽ ഖിയാമത്തി കിതാബൻ യൽഖാഹു മൻശൂറാ. അതേ, എല്ലാം തന്റെ കഴുത്തിൽ നാം കെട്ടിത്തൂക്കിയിട്ട് ഖിയാമത്ത് നാൾ ഒരു ലിഖിതമായിട്ട് നാം പുറത്തു കൊണ്ടുവരും. എന്തിനാണ് എന്നറിയോ? ധിക്കാരിയായ മനുഷ്യൻ, അഹങ്കാരിയായ മനുഷ്യൻ നാളെ റബ്ബിന്റെ മുമ്പിൽ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ, മലക്കുകൾ എഴുതിയ റെക്കോർഡുകൾ വായിക്കപ്പെടുമ്പോൾ അവൻ പറയും, ഇതൊന്നും ഞാൻ ചെയ്തതല്ല, നിന്റെ മലക്കുകൾ എനിക്കെതിരെ എഴുതി വെച്ചതാണ് എന്ന് പറഞ്ഞ് നിഷേധിക്കുമ്പോ നിന്റെ
നിന്റെ സ്വന്തം കൈപ്പട കൊണ്ട് എഴുതിയതാണ് എന്ന് ബോധ്യപ്പെടുത്താൻ, നിന്റെ കൈയക്ഷരമാണെന്ന് ബോധ്യപ്പെടുത്താൻ സർവാളുകളും എഴുതുന്നതാണ്. ദുനിയാവിൽ നിരക്ഷരനാണെങ്കിലും എഴുത്തറിയാത്തവനാണെങ്കിലും ഖബറിൽ വെച്ച് എഴുതുമെന്ന് റസൂലുള്ളാഹ്. എഴുതിയിട്ട് ബഹുമാനപ്പെട്ട റഹ്മാൻ എന്ന മലക്ക് തന്റെ കഴുത്തിൽ കെട്ടിത്തൂക്കിയിട്ട് പറയും, എടോ ഇതാ എനിക്ക് കാത്തു കിടന്നോളൂ, ഇതാ മുൻകർ നക്കീർ വരുന്നുണ്ട്, ആ രണ്ട് മലക്ക് ഫത്താനുൽ ഖബർ വരുന്നുണ്ട്. ഹബീബായ തങ്ങൾ എല്ലാ നിസ്കാരത്തിലും കാവൽ ചോദിച്ചതാണ്. വമിൻ ഫിത്നത്തിൽ മഅയ്യാ വൽ മമാതി വദാബിൽ ഖബരി വന്നാർ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖബറിലെ ഫിത്നയെ തൊട്ട് കാവൽ തേടാതെ ഒരു നിസ്കാരത്തിനും സലാം വീട്ടിയിട്ടില്ല. മയ്യിത്ത് നിസ്കാരം ഒഴിച്ച് ഏത് ഫർദ് നിസ്കാരാണെങ്കിലും സുന്നത്ത് നിസ്കാരാണെങ്കിലും തറാവിയാണെങ്കിലും വിത്റാണെങ്കിലും സലാം വീട്ടുന്നതിന്റെ മുമ്പ് 5 കാര്യങ്ങളെ തൊട്ട് കാവൽ തേടണം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബരി വമിൻ അദാബിൻ നാരി വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാതി വമിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ. ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കാതെ ഒരു നിസ്കാരത്തിൽ നിന്നും സലാം വീട്ടുന്നത് കറാഹത്താണ് എന്ന് ഇമാമിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ഞാനും നിങ്ങളും പലപ്പോഴും സുന്നത്ത് നിസ്കാരങ്ങളിൽ സലാത്തിൽ തീർക്കാറുണ്ട്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി എന്ന് സ്വലാത്ത് ചൊല്ലിയിട്ട് സലാം വീട്ടാറുണ്ട്. ഈ പ്രാർത്ഥന മറക്കണ്ട. എല്ലാ നിസ്കാരത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ 5 കാര്യങ്ങളെ തൊട്ട് കാവൽ തേടിയിട്ടുണ്ട്. ആയിഷ ബീവി പറയുന്നു, അതേ ഖബറിന്റെ ശിക്ഷയെ പറ്റി തങ്ങൾ പറഞ്ഞതിന് ശേഷം ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കാതെ ഒരു നിസ്കാരത്തൊന്നും സലാം വീട്ടിയത് എനിക്കറിയില്ല. അതുകൊണ്ട് പിന്നെ ഖബറിൽ വല്ലാതെ ഫിത്നയാക്കുന്ന മുൻകർ നക്കീർ എന്ന മലക്ക് വരുന്നുണ്ട്. ഇതാ കാത്ത് കിടന്നോളൂ എന്നും പറഞ്ഞ് പാകപ്പെടുത്തിയിട്ടായി റഹ്മാൻ എന്ന മലക്ക് പോകുന്നത്. ആത്മാവിന്റെ ശരീരത്തിൽ തിരിച്ചു തന്നത് ഈ മലക്കാണ്. ആത്മാവ് രണ്ടാമത് ഘടിപ്പിച്ചതിരിക്കുന്നത് ഈ മലക്കാണ്. ഓ സഹോദരന്മാരെ, ഒന്നുകൂടി പറയട്ടെ, ഈ ദുനിയാവിൽ നമുക്ക് വേദന കാണാൻ കഴിയില്ലല്ലോ. മറ്റു നമ്മുടെ ശരീരത്തിൽ വേദനിക്കുന്നത് കാണാൻ പറ്റുമോ? കടച്ചില് കാണാൻ പറ്റുമോ? ദുരിതങ്ങൾ കാണാൻ പറ്റുമോ? എന്നതുപോലെ ഖബറിലെത്തിയാലും ശിക്ഷിക്കുന്നത് കാണാൻ കഴിയില്ല. ചിലർ ചോദിക്കും, എന്നാൽ കാണണ്ടേ? ഞാൻ ചോദിക്കുന്നു, മോനെ, ഒരു ക്യാൻസർ പിടിച്ച രോഗി, എല്ലിന് ക്യാൻസർ പിടിച്ചാൽ ആ ക്യാൻസർ പിടിച്ച രോഗി എല്ല് കൊണ്ട് ഇങ്ങനെ വേദനിച്ച് പൊളയുന്നത് ഞാൻ ചോദിക്കുന്നു, വേദന കാണാൻ പറ്റുമോ? അത് പരിശോധിച്ചാൽ വേദന അറിയുമോ? ശക്തമായിട്ട് ചെവി വേദന വന്നാൽ ആർക്കെങ്കിലും പരിശോധിച്ചിട്ട് ഇവന് വേദനിക്കുന്നതെന്ന് അറിയാൻ കഴിയോ? വേദന കാണാൻ കഴിയില്ല, വേദന അറിയാൻ കഴിയില്ല, വേദന പരിശോധിച്ചാൽ അറിയില്ല. അതാ വ്യക്തി പറഞ്ഞെങ്കിലേ അറിയുകയുള്ളൂ. എന്നതുപോലെ തന്നെയാ ഖബറിലെത്തിയാൽ ശരീരത്തിന്റെ രൂപങ്ങളാണ് മാറുന്നത്, അതിന്റെ ഭാവങ്ങളാണ് മാറുന്നത്. ഇപ്പോൾ സുന്ദരമായ ചർമ്മവും ഈ ശരീരത്തിന്റെ രൂപമാണ്. ഈ രൂപം മാറി ഒരുപക്ഷെ മണ്ണിന്റെ രൂപമാകും. ഒരു ശരീരം മണ്ണാകുക എന്ന് പറഞ്ഞാൽ ആ ശരീരം അവിടെ നിന്ന് എടുത്തു കൊണ്ടുപോയി മണ്ണ് കൊണ്ടുവന്നിടല്ല, ആ ശരീരത്തിന്റെ രൂപം മാറുകയാണ്. നേരത്തെ കൈകളെ രൂപമാണ്, അല്ലെങ്കിൽ ശരീരത്തിന്റെ രൂപമാണ്. ആ രൂപം മാറി ഇപ്പൊ മണ്ണിന്റെ രൂപമാണ്. അപ്പോഴും ഇപ്പോഴും വേദന ഒരുപോലെയാണ്. ശരീരത്തിന്റെ രൂപത്തിലായപ്പോൾ വേദന കാണാൻ കഴിഞ്ഞിട്ടില്ല, എന്നാൽ മണ്ണിന്റെ രൂപമാകുമ്പോഴും വേദന കാണാൻ കഴിയൂല. അല്ലാ, ഈ ഫത്താനുൽ ഖബർ വരുന്നു എന്നൊക്കെ പറഞ്ഞ് പാകപ്പെടുത്തിയിട്ട് ബഹുമാനെന്ന മലക്കങ്ങ് പോകും. അത് കഴിഞ്ഞാൽ പിന്നീട് ഈ ഖബറിൽ ഭയവിഹ്വലനായി മനുഷ്യൻ ഇരിക്കുന്നു. ആ മനുഷ്യൻ അങ്ങനെ കിടക്കുമ്പോൾ ഈ മലക്കുകൾ രണ്ടും വരുന്നത് മുകൾ ഭാഗത്തു നിന്നല്ല, തന്റെ ഭിത്തി, തന്റെ മുൻപിലുള്ള ചുമര്, ആ മതിൽ കുത്തി തുറന്നാ വരുന്നത്. 2 മലക്കുകൾ വരുന്നു. ജഅദാനി അസ്റഖാനി അസ്വദാനി ശഅറുഹുമാ യസ്ഹാബുഹു റിജ്ലാനി സൗതുഹുമാ കമിസ്ലി
റഅദിൻ ഖാസിഫി. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ സഹീഹായ ഹദീസ് ഇമാം ജലാലുദ്ദീൻ സുയൂത്തി തങ്ങൾ ഒരു പദ്യത്തിന്റെ രൂപത്തിൽ അവതരിപ്പിച്ചതാണ്. ജഅദാനി അതേ തല മുതൽക്ക് കാല് വരെ രോമങ്ങളെ കൊണ്ട് നിറഞ്ഞ രണ്ട് മലക്കുകള്, ശരീരമാസകലം രോമമാണ്. മാത്രമല്ല അസ്റഖാനി തിളങ്ങുന്ന രണ്ട് കണ്ണുകളാണ്. ജഅദാനി അസ്റഖാനി അസ്വദാനി കൈകളോ മറ്റു ഭാഗങ്ങളോ കറുകറുത്ത രൂപങ്ങളാണ്. അതിനും പുറമെ സൗതുഹുമാ കാമിസ്ലി റഅദിൻ ഖാസിഫി, ആ മലക്കുകൾ ശ്വസിക്കുന്ന ശബ്ദം തന്നെ നല്ല കൊടുങ്കാറ്റ് പോലെയാണ്. അവരെ ശബ്ദമാണെങ്കിൽ ഇടിനാദം പോലെയാണ്. ആ രൂപത്തിൽ രണ്ട് മലക്കുകൾ നിന്റെ ഖബറിലേക്ക് വരുന്നു. ഹബീബായ തങ്ങൾ പറയുന്നു, ഇമാം ഗസാലി തങ്ങൾ ഉദ്ധരിക്കുന്നു, ആ മലക്കളെ കൈകളിൽ രണ്ട് വടികളുണ്ട്, ദണ്ടുകളുണ്ട്. ആ ദണ്ഡങ്ങാനുള്ള ആ ദണ്ട് കൊണ്ടടിച്ചാൽ ഈ ഭൂമിയിൽ ഏറ്റവും വലിയൊരു പർവ്വതത്തെയാണ് ആ ദണ്ട് കൊണ്ടടിക്കുന്നതെങ്കിൽ ആ പർവ്വതം പൊടിഞ്ഞു പോകും. അത്രയും ശക്തമായ രണ്ട് ദണ്ടുകളുമായി ഈ രണ്ട് മലക്കുകൾ നിന്റെ ഖബറിൽ വരുന്നു. ഹബീബായ തങ്ങൾ പറയുന്നു, വന്നിട്ട് ഈ മലക്കുകൾ നിന്നോട് ചോദിക്കാൻ തുടങ്ങുകയാണ്. നീ അവരിൽ എന്റെ അരികിൽ വന്നുകൊണ്ട് നിന്നോട് ചില കാര്യങ്ങൾ ചോദിക്കുന്നു. ഓ സഹോദരാ, ഈ സമയത്ത് പേടിക്കാത്ത ആളുകളുണ്ടോ? ഫാറൂഖ് റളിയല്ലാഹു അൻഹു തങ്ങളോട് മുത്തുനബി ചോദിച്ചു, ഉമറേ, ഇങ്ങനത്തെ രണ്ട് മലക്കുകളാ നിന്റെ ഖബറിൽ ഏകാന്തതയുടെ കൂരിരുട്ടുള്ള ഖബറിൽ വന്ന് നിന്നോട് ചോദിച്ചാൽ നീ എന്തായിരിക്കും നിന്റെ അവസ്ഥ എന്ന് ചോദിച്ചപ്പോൾ ഫാറൂഖ് തങ്ങൾ ചോദിച്ചു, ഇന്നത്തെ ബുദ്ധി അന്നുണ്ടാകുമോ? എനിക്ക് അന്ന് ഈ അക്കലുണ്ടാകുമോ? അതേ, ഉണ്ടാകുമെന്ന് പറയുന്ന ആ രണ്ട് മലക്കുകളെ കൈകാര്യം ചെയ്യാൻ എനിക്കറിയാം എന്ന് ഉമറുൽ ഫാറൂഖ് തങ്ങൾ പറഞ്ഞതും ഹദീസിൽ കാണാം. ഇരിക്കട്ടെ, ഈ രണ്ട് മലക്കുകൾ വന്നിട്ട് നിന്റെ സമീപത്തിന് ചോദിക്കാൻ തുടങ്ങുമ്പോൾ സുബ്ഹാനല്ലാഹ് സ്വാദിഖുൽ മസ്തൂഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ആ സമയത്ത് അതാ ഒരു സുന്ദരനായ മനുഷ്യൻ നിന്റെ ഖബറിൽ വരുന്നു. ആ സുന്ദരനായ മനുഷ്യൻ നിന്റെ ഖബറിൽ വന്നുകൊണ്ട് നിന്നോട് പറയുന്നു, പേടിക്കണ്ട, ആരും നിന്നെ ഒന്നും ചെയ്യില്ല, ഒരാളും നിന്നെ വേദനിപ്പിക്കുകയില്ല, പേടിക്കണ്ട. ഈ കൂരിരുട്ടുള്ള ഏകാന്തതയുടെ ഖബറിൽ എനിക്ക് ആശ്വാസമായി വന്ന നിങ്ങൾ ആരാണ് എന്ന് ചോദിക്കുമ്പോൾ അനാമലുക സ്വാലിഹ്, അനാമലുക സ്വാലിഹ്, അനാമലുക സ്വാലിഹ്, ഞാൻ പുറത്തുള്ളതല്ല, നീ ചെയ്ത സ്വാലിഹായ അമലാണ്, നിന്റെ സൽക്കർമ്മങ്ങളാണ് ഞാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുതാ തൊട്ടാൽ അറപ്പും വെറുപ്പും തോന്നുന്ന, അതേ നഗ്നനേത്രങ്ങളെ കൊണ്ട് കാണാൻ കഴിയാത്ത ഒരു ബീജത്തിന്റെ കണത്തിൽ നിന്ന് ഇത്രയും ആകാര സൗഷ്ഠവമുള്ള ശരീരത്തെ സൃഷ്ടിച്ച് സംവിധാനിക്കാൻ കഴിഞ്ഞ റബ്ബ് നിന്റെ കർമ്മങ്ങളെയെല്ലാം, സൽക്കർമ്മങ്ങളെയെല്ലാം ഒരു സുന്ദരനായ മനുഷ്യന്റെ രൂപത്തിൽ ഒരുമിച്ച് കൂട്ടി നിന്റെ ഖബറിൽ എത്തിച്ചതാ. ഹബീബായ തങ്ങൾ പറയുന്നു, ഇതുകൊണ്ടാ മോനെ ഖബറിൽ നിനക്ക് ഉപകരിക്കുന്നത് സ്വാലിഹായ അമലാണ്. ഓരോരുത്തരും അതാണ് വീട്ടിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോകാനുള്ളത്. എന്താണെന്ന് ചിന്തിക്കണം. സ്വാലിഹായ അമൽ എന്താണ് നീ ഉണ്ടാക്കി വെച്ചത്? എന്റെ ഖബറിലേക്ക് ഞാൻ ഖബറിലേക്ക് പോകുമ്പോ ഇന്നല്ലെങ്കിൽ നാളെ പോകുമല്ലോ, കാര്യം ഉറപ്പാണ്. പലരെയും നീ കൊണ്ടുപോയി ഖബറിൽ കിടത്തിയില്ലേ? പലർക്കും നീ മയ്യത്ത് നിസ്കാരം നിർവഹിച്ചില്ലേ? പലരെയും നീ ഖബറിൽ കിടത്തിയിട്ട് തിരിച്ചു പോന്നില്ലേ? ഇന്നല്ലെങ്കിൽ നാളെ നിന്നെയും തിരിച്ചു ഖബറിൽ കൊണ്ടുപോയി വെക്കൂലേ? അങ്ങനെ വെക്കുമ്പോൾ നിനക്ക് സുഹൃതങ്ങളായിട്ട് എന്തൊക്കെ നിനക്കുണ്ട്? പ്രതീക്ഷയുള്ള അമലെന്താ നിന്റെ അടുത്തുള്ളത്? ചിന്തിച്ചിട്ടുണ്ടോ? ഓർക്കാറുണ്ടോ?
ഇത്രയൊക്കെ മയ്യത്തിന്റെ കൂടെ പോയിട്ട് മയ്യത്തുകൾ ചുമന്നിട്ട് മയ്യത്ത് നിസ്കാരം നിർവഹിച്ചിട്ട് ഖബറിന്റെ അടുത്ത് പോയി ഒരുമിച്ച് കൂടി ദുആ ചെയ്തിട്ട് ഖബറിന്റെ അടുത്ത് നിന്ന് പിരിഞ്ഞു പോന്നിട്ട് എപ്പോഴെങ്കിലും ചിന്ത വന്നിട്ടുണ്ടോ ഒരു നാൾ എന്നെയും കൊണ്ടുപോയി വെക്കും, എനിക്കും ഇതുപോലത്തെ ഒരവസ്ഥ വരും, ഞാനും ഇതുപോലെ ഖബറിൽ കിടക്കേണ്ടി വരും, എനിക്കും ഇങ്ങനത്തെ ഒരു അവസ്ഥ ഇന്നല്ലെങ്കിൽ നാളെ വരാനുണ്ട് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? തങ്ങൾ പറയുന്നു, ഇമാം ഗസാലി തന്റെ ദുർറത്തുൽ ഫാഖിറ ഫീ കശ്ഫി ഉലൂമിൽ ആഖിറ എന്ന ഗ്രന്ഥത്തിൽ വ്യക്തമായി പറയുന്ന ഹദീസ് എടുത്തുദ്ധരിച്ചിട്ട് ചില ആളുകൾ മുൻകറിനെ കീറി ചോദിക്കുമ്പോ, നിന്റെ റബ്ബാരാണെന്ന് ചോദിക്കുമ്പോ, നിന്റെ നബി ആരാണെന്ന് ചോദിക്കുമ്പോ, നിന്റെ ഇമാമാരാണെന്ന് ചോദിക്കുമ്പോ, നീ ഓരോ കാര്യങ്ങളും ചോദിക്കുമ്പോ, ആഖിർ സമാന മക്കളെ ഖബറിൽ ചോദിക്കുന്ന ഈ 4 ചോദ്യങ്ങളാണെന്ന് മനസ്സിലാക്കണ്ട. ചിലരോട് 3 ദിവസങ്ങളുണ്ട്, ചിലരോട് ഒരാഴ്ച ചോദിക്കുന്നുണ്ട്, 40 ദിവസം ചോദിക്കുന്നുണ്ട്, 1 വർഷം മുഴുവനും ചോദിക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ 3ഉം 40 7ഉം 15ഉം ഒക്കെ കഴിക്കുന്നത്. അല്ലാഹുവേ, ഈ മനുഷ്യന് 3 ദിവസം നീ ഫിത്നയാക്കിയില്ല, ചോദിച്ചില്ലേ, ഇനിയെങ്കിലും അവസാനിപ്പിച്ചിരിക്കണമെന്ന് ബന്ധുക്കളും കുടുംബങ്ങളും ആ മനുഷ്യന് വേണ്ടി ദാനധർമ്മങ്ങൾ ചെയ്ത് സൽക്കർമ്മങ്ങൾ ചെയ്ത് ദുആ ചെയ്യുകയോ, അല്ലെങ്കിൽ 7ന്റെ അന്ന് ദുആ ചെയ്യുകയോ, ഇനിയൊന്നും തുടർത്തരുത്, ഇവരെ നീ രക്ഷപ്പെടുത്തണം, അല്ലെങ്കിൽ 40 കഴിയുമ്പോ 40ഓളം ദിവസം ചോദിച്ചില്ലേ, ഇനിയെങ്കിലും ഇവരെ രക്ഷപ്പെടുത്തിയേക്കണം എന്ന് പ്രാർത്ഥിക്കുകയാണ്. എന്നാൽ നിങ്ങൾക്ക് ഒരു കാര്യം കൂടി പറഞ്ഞു ഞാൻ നിർത്തി എവിടെയും എത്തൂല. ചില ആളുകൾ ഈ മലക്കുകൾ വന്നിങ്ങനെ ചോദിക്കുമ്പോൾ മുഅ്മിനീങ്ങൾ ചോദിക്കും, യുസബ്ബിതുല്ലാഹുല്ലദീന ആമനൂ ബിൽ ഖൗലി സാബിതി ഫിൽ ഹയാത്തിദ് ദുനിയ വഫിൽ ആഖിറ. അചഞ്ചലമായ ഈമാനും സൽക്കർമ്മവും ചെയ്ത് അല്ലാഹുവിൽ വിശ്വസിച്ചു, റസൂലിൽ വിശ്വസിച്ചു, വിശ്വസിക്കേണ്ടതൊക്കെയും വിശ്വസിച്ചു, ആ വിശ്വാസത്തെ ദൃഢപ്പെടുത്തുന്ന രൂപത്തിൽ നല്ല സ്വാലിഹ് അമലുകളും ചെയ്തു. അത്തരം ആളുകൾക്ക് റബ്ബ് ധൈര്യവും നൽകും. അവരെ റബ്ബ് ഉറപ്പിച്ചു നിർത്തും. ബിൽ ഖൗലി സാബിതി, അചഞ്ചലമായ വാക്കുകൾ പറഞ്ഞുകൊണ്ട്. അഥവാ ഈ ചില ആളുകളോട് ചില ആളുകൾ ഖബറിൽ വെച്ച് ഈ മുൻകർ നക്കീറിനോട് ചോദിക്കും, വമൻ അർസലകുമാ ഇലയ്യ വമൻ വക്കലകുമാ അലയ്യ, ആരാണ് ഞാൻ ഈ ഖബറിലെത്തിയത് നിങ്ങളോട് അറിയിച്ചത്, ആരാണ് എന്നെ ചോദ്യം ചെയ്യാൻ നിങ്ങളെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്, ആരാണ് എന്നെ ചോദിക്കാൻ നിങ്ങളെ ഏൽപ്പിച്ചത് എന്ന് ചോദിക്കുന്ന മനുഷ്യരുണ്ട്, മുഅ്മിനീങ്ങളുണ്ട്. പക്ഷേ അങ്ങനെ ചോദിക്കൂല. ചോദിക്കാൻ വന്ന മുൻകർ നക്കീറിനോട് തിരിച്ചു പറയുകയില്ല. ഇല്ലൽ ഉലമാഉൽ ഖിയാർ, സൽജനങ്ങളായ പണ്ഡിതന്മാരല്ലാതെ, ആലിമീങ്ങളല്ലാതെ, ജീവിതകാലം മുഴുവൻ ഇൽമിന് വേണ്ടി ഒഴിഞ്ഞു വെച്ച് പഠനം നടത്തി പിന്നീട് അറിവനുസരിച്ച് ജീവിച്ച് ആ അറിവ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്ത് അങ്ങനത്തെ ആലിമീങ്ങളല്ലാതെ തിരിച്ച് ചോദിക്കൂല. അത്തരം ആലിമീങ്ങൾ ചോദിക്കും, ആരാണ് നിങ്ങളെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത്, ആരാണ് എന്നെ ചോദിക്കാൻ നിങ്ങളെ ഏൽപ്പിച്ചത്? അല്ലാഹുവിന്റെ തൗഹീദ് കൃത്യമായി പഠിപ്പിച്ചവനാണു ഞാൻ, അത് പഠിച്ചവനാണു ഞാൻ, ഉമ്മത്തിന് പറഞ്ഞു കൊടുത്തവനാണു ഞാൻ, മുത്തുനബിയെ പറ്റി പഠിപ്പിച്ചവനാണു ഞാൻ, മുത്തുനബിയെ പരിചയപ്പെടുത്തിയവനാണു ഞാൻ, ഖബറിലെ രക്ഷയും ശിക്ഷയും ജനങ്ങൾക്ക് പ്രസംഗിച്ചവനാണു ഞാൻ, ആളുകൾക്ക് വിശ്വാസം ഉണ്ടാക്കി കൊടുത്തവനാണു ഞാൻ. എന്നോട് നിങ്ങളെ ചോദിക്കാൻ നിങ്ങളെ പറഞ്ഞു വിട്ടതാരാ എന്ന് ഖൈറിന്റെ അഹ്ലുകാരായ പണ്ഡിതന്മാര് ഈ മലക്കുകളോട് ചോദിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. മറിച്ച് ഈ ചോദ്യത്തിന് കൃത്യമായ മറുപടി പറയുന്ന മുഅ്മിനീങ്ങളുണ്ട്. അവർ മുഅ്മിനീങ്ങളായ ആളുകൾ മറുപടി പറഞ്ഞാൽ അല്ലാഹുവിനെ കുറിച്ചും അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ചും നിസ്കാരത്തെ കുറിച്ചും എല്ലാ കാര്യങ്ങളെ കുറിച്ചും കൃത്യമായ മറുപടി പറഞ്ഞാൽ 7 ആകാശങ്ങൾക്കപ്പുറത്തുനിന്ന് വിളിയാളം വരുന്നു, സദഖ അബ്ദീ,
എന്റെ അടിമ സത്യം പറഞ്ഞിരിക്കുന്നു, ഫഫിശൂലുഹു മിനൽ ജന്ന, സ്വർഗത്തിലെ വിരിപ്പ് നിങ്ങൾ വിരിച്ചു കൊടുക്കണം, സ്വർഗത്തിലേക്ക് കവാടം തുറന്നു കൊടുക്കണം, സ്വർഗത്തിലെ ഡ്രസ്സുകൾ ഉടയാടകൾ ധരിപ്പിക്കണം എന്ന് പറഞ്ഞവൻ ഉറങ്ങട്ടെ. അവൻ ഖിയാമത്ത് നാൾ വരെ സ്വർഗീയ സുഖങ്ങളും അനുഗ്രഹങ്ങളും അനുഭവിച്ചുകൊണ്ട് അവൻ ഉറങ്ങട്ടെ. നൗമത്തൽ അറൂസ്, മണവാളൻ മണിയറയിൽ കിടന്നുറങ്ങുന്നത് പോലെ ഉറങ്ങിക്കോ എന്നും പറഞ്ഞ് ആ മലക്കുകൾ തിരിച്ചു പോകുമെന്ന് ഖാല റസൂലുള്ളാഹി. അതേ സമയത്ത് ചിലരോ അല്ലാഹു ആരാണെന്ന് ചോദിക്കുമ്പോൾ, നിന്റെ റബ്ബാരാണെന്ന് ചോദിക്കുമ്പോൾ, നിന്റെ നബി ആരാണെന്ന് ചോദിക്കുമ്പോൾ, നിന്റെ ഇമാം ഏതാണെന്ന് ചോദിക്കുമ്പോൾ മനുഷ്യർ പറയുവാം. ഇമാം ബുഖാരി തന്റെ സഹീഹുൽ ബുഖാരിയിൽ എത്ര സ്ഥലത്ത് ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അമ്മൽ മുജാഹിദു, സത്യത്തെ നിഷേധിച്ചവൻ പറയും, അല്ലെങ്കിൽ മുനാഫിക്ക് പറയും. പുറത്തൊക്കെ വിശ്വാസമുണ്ട്, വിശ്വാസികളോടൊപ്പം പള്ളിയിൽ വന്നിട്ടുണ്ട്, വിശ്വാസികളെ പോലെ നിസ്കരിച്ചിട്ടുണ്ട്, വിശ്വാസികളെ പോലെ നോമ്പെടുത്തിട്ടുണ്ട്. പക്ഷെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഈ വക കാര്യങ്ങളൊന്നും ഉൾക്കൊണ്ടിട്ടില്ല, മനസ്സിൽ വിശ്വാസമില്ല. അവൻ പറയും ആളുകൾ അങ്ങനൊക്കെ പറഞ്ഞിരുന്നു, പണ്ഡിതന്മാരിതൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ മനസ്സിലാക്കിയിരുന്നു, ആഹിലാതിരി സത്യം എനിക്കറിയൂല, എന്താണെന്നറിയൂല എന്ന് പറഞ്ഞ് ആ മനുഷ്യൻ കബറിൽ കടന്നുകൊണ്ട് വെപ്രാളം കാണിക്കുമ്പോ, ലാ ദറൈത വലാ തലൈത, നീ അറിഞ്ഞിട്ടില്ല അല്ലേ, പഠിച്ചിട്ടില്ല അല്ലേ, ഇതൊന്നും നീ ഉൾക്കൊണ്ടിട്ടില്ല അല്ലേ എന്നും പറഞ്ഞ് മലക്കുകൾ ശിക്ഷ തുടങ്ങിപ്പോയി. അവരെ കയ്യിലുള്ള ദണ്ടുകൊണ്ട് ഒരടിയടിക്കുമ്പോഴേക്ക് 7 പാതാളത്തിലേക്ക് താഴ്ന്നു പോകുമെന്ന് ഹബീബ് റസൂലുള്ളാഹ്. നമ്മുടെ മരിച്ചുപോയ ഉമ്മമാര്, ഉപ്പമാര്, ഉപ്പാപ്പമാര്, നമ്മി നാട്ടിൽ നിന്ന് മരിച്ചുപോയവര് പലരും ഇത് അനുഭവിച്ചവരാ. അവരെ പറ്റി നമുക്ക് ചിന്തയുണ്ടോ? ഇന്നല്ലെങ്കിൽ നാളെ എനിക്കും നിങ്ങൾക്കും വരാനുള്ളത് ഇതാണെന്ന് ഓർത്തിട്ടുണ്ടോ? ഹബീബായ തങ്ങൾ പറയുന്നത് ആരാണെന്നറിയോ? ചന്ദ്രൻ പിളർത്തി കാണിച്ചു തന്ന നബി, അതേ ഇന്തപ്പനകൾ നടത്തി കാണിച്ചു തന്ന നബി, സർവാത്ഭുതങ്ങളും കാണിച്ചു തന്ന നബി, അല്ലദീ സബ്ബഹ ഫി യദിഹിൽ ഹസ്വാ മിൻ ബൈനി അസ്വാബിൽ മാ. ആയിരക്കണക്കിന് ആളുകൾ കേൾക്കും വിധത്തിൽ തസ്ബീഹ് ചരക്കല്ലുകളെ കൊണ്ട് തസ്ബീഹ് ചൊല്ലിപ്പിച്ച് ആയിരക്കണക്കിന് ആളുകളെ കേൾപ്പിച്ചു തന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അതേ ഈ സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹ് സത്യം പറഞ്ഞു എന്ന് പറയലോടുകൂടി സ്വർഗീയ അനുഗ്രഹങ്ങളും അനുഭൂതികളും അവന്റെ ഖബറിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. മറിച്ചാണെങ്കിലോ അവന്റെ ശിക്ഷയും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. ബഹുമാനപ്പെട്ട ഇസ്രാഫീൽ എന്ന മലക്ക് സൂറെന്ന കാഹളത്തിൽ ഊതുന്നത് വരെ അവൻ അനുഭവിക്കുന്നു. അവൻ അനുഗ്രഹങ്ങളാണെങ്കിൽ അവൻ ആസ്വദിക്കുന്നു. തങ്ങൾ പറഞ്ഞു, ഇന്നി മാ റഅയ്തു മൻദറൻ ഖത്തു, ഞാൻ നരകം കണ്ടിട്ടുണ്ട്, ഞാൻ നരകത്തിലെ അനുഭവങ്ങൾ കണ്ടിട്ടുണ്ട്, പലരെയും ശിക്ഷിക്കപ്പെടുന്നത് കണ്ടിട്ടുണ്ട്, ജഹന്നമ് കണ്ടിട്ടുണ്ട്, സഖർ കണ്ടിട്ടുണ്ട്, എല്ലാ അത്ഭുതങ്ങളും കണ്ടിട്ടുണ്ട്. പക്ഷേ ഖബറിനെ പോലെ ഭീതിതമായ, ഖബറിനെ പോലെ വഷളായ ഒരു രംഗവും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ
കണ്ടതിൽ ഏറ്റവും ഭീകരമായത് അത് ഖബർ തന്നെയാ. ഹബീബ് റസൂലുള്ളാഹ് അർഹമുർ റഹീമീനായ അൽ മലിക്കുൽ ജബ്ബാറായ സർവാധിനാഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ രക്ഷപ്പെടുത്തട്ടെ. ഖബറിലെ ശിക്ഷയിൽ നിന്ന് അല്ലാഹു നമ്മെ സലാമത്താക്കട്ടെ. ഖബർ രക്ഷപ്പെടാൻ എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത് എന്ന് വിശുദ്ധ ഖുർആനിൽ പരതിയിട്ടുണ്ട്, ഹദീസുകളിൽ പരതിയിട്ടുണ്ട്, അഇമ്മത്തിന്റെ കലാമിൽ പരതിയിട്ടുണ്ട്. ഷഖീഖുൽ ബൽഖി തങ്ങൾ പറയുന്നു, പക്ഷേ ഖബറിൽ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ ഞങ്ങൾ എത്തിച്ചത് ഒന്ന് രാത്രിയിലെ നിസ്കാരമാ. രാത്രിയ നിസ്കാരം ഖബറിൽ രക്ഷയ്ക്ക് ഉപകരിക്കുന്നത് പോലെ മറ്റൊന്നും ഖബറിൽ അത്ര ഉപകരിക്കുന്നില്ല. മുൻകർ നകീറിനോടൊന്ന് ജവാബ് പറയാൻ, ആ രംഗമൊന്ന് രക്ഷപ്പെടാൻ എന്തു ഞങ്ങൾ ചെയ്യണമെന്ന് ഖുർആനിൽ അന്വേഷിച്ചപ്പോ, ഹദീസുകളിൽ പരതിയപ്പോ, ഇമാമീങ്ങളെ കലാം ഞങ്ങൾ പരിശോധിച്ചപ്പോ, സാലിഹീങ്ങളെ ചരിത്രങ്ങളിൽ നോക്കിയപ്പോ ഞങ്ങൾക്ക് മനസ്സിലായത് അത് ഖുർആനോദല. ഖുർആനോദിയാൽ എളുപ്പം കിട്ടുന്നത് പോലെ മുൻകർ നകീറിന്റെ ജവാബ് പറയാൻ ഉപകരിക്കുന്ന മറ്റൊരു അമലുമില്ല. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ, നമ്മെ അല്ലാഹു രക്ഷപ്പെടുത്തട്ടെ, നമുക്ക് അല്ലാഹു ബോധം തരട്ടെ. വിശുദ്ധ റമദാനാണ് വരുന്നത്. പരമാവധി ഖുർആൻ ഓതാനും രാത്രികൾ നിസ്കാരം കൊണ്ട് സജീവമാക്കാനും സൽക്കർമ്മങ്ങളെ കൊണ്ട് ധന്യമാക്കാനും നമ്മളൊക്കെ തയ്യാറാവുക. അർഹമുർ റഹീമീനായ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകട്ടെ.